എത്രയോ ഭരണാധികാരികൾ കഴിഞ്ഞുപോയി ചരിത്രത്തിൽ. എത്രയെത്ര ഭരണാധികാരികൾ കഴിഞ്ഞുപോയി. ഫിർഔനും ഖാറൂനും നമ്രൂദും ഹാമാനും അഹങ്കരിച്ച എത്രയോ ആളുകൾ. അവരുടെ സൗകര്യങ്ങൾ അവർക്ക് ഗുണപ്പെട്ടില്ല, അവരുടെ രമ്യഹർമ്മങ്ങൾ അവർക്ക് ഗുണപ്പെട്ടില്ല, അവരുടെ കൊട്ടാരങ്ങൾ അവർക്ക് ഗുണപ്പെട്ടില്ല, അവരുടെ ഭരണവും ചെങ്കോലുകളും അവർക്ക് ഗുണപ്പെട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എത്രയോ ഭരണാധികാരികൾ കം തറകൂ മിൻ ജന്നാതിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കം തറകൂ മിൻ ജന്നാതിൻ വഅയൂൻ. എത്രയോ തോട്ടങ്ങളും അരുവികളും വസുറൂഇൻ വമഖാമിൻ കരീം, എത്രയോ കൃഷിയിടങ്ങളും മേന്മ നിറഞ്ഞ പാർപ്പിടങ്ങളും വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, ആനന്ദത്തോടുകൂടി അവർ ആസ്വദിച്ചു കൊണ്ടിരുന്ന എത്രയോ സൗകര്യങ്ങളും എത്രയോ അനുഗ്രഹങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് പോകേണ്ടി വന്നില്ലേ? അവരുടെ അധികാര കേന്ദ്രങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, അവരുടെ രമ്യഹർമ്മങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. എത്രയോ ആൽബലമുണ്ടായിരുന്നവർ, എത്രയോ അധികാര കസേരകളിൽ നിന്നുകൊണ്ട് ഉങ്ക് നടിച്ചിരുന്നവർ ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനം വന്നപ്പോ ഈ ഭൂമിയിൽ നിന്നും മണ്ണിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. അതാണ് ചരിത്രം. അധികാരം കിട്ടിയാലും സമ്പത്ത് കിട്ടിയാലും സ്ഥാനം കിട്ടിയാലും ഇൽമ് വിദ്യാഭ്യാസം കിട്ടിയാലും ആരോഗ്യം കിട്ടിയാലും ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എങ്ങനെ വിനിയോഗിക്കാൻ പറഞ്ഞോ അങ്ങനെ വിനിയോഗിക്കുക എന്നിടത്താണ് നമുക്ക് ഏറ്റവും വലിയ വിജയം ലഭ്യമാകുന്നത്.